Welcome back to my channel, English Grammar Teaching and Learning. In the last class, we studied the rules of report speech. Today, we study the exercise, textual exercises given in your text. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സസൈസാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, വാട്ട് ആർ യു ഡൂയിങ് ഇൻ അമേരിക്ക? ഹി ആസ്ക്ഡ് ദി മാൻ. വാട്ട് ആർ യു ഡൂയിങ് ഇൻ അമേരിക്ക? ഹി ആസ്ക്ഡ് ദി മാൻ. അപ്പോൾ അവിടെ ഇതൊരു ചോദ്യമാണ്, ഡബ്ല്യു വെച്ച് ക്വസ്റ്റ്യൻ ആണ്. ആസ്ക്ഡ് ആണ് റിപ്പോർട്ടിംഗ് വെർബ്, സംശയമൊന്നുമില്ല, അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? ഹി ആസ്ക്ഡ് ദി മാൻ. He asked the man. What are you doing? Are you doing? You are doing. ഒന്ന് തിരിക്കണം, സ്റ്റേറ്റ്മെന്റ് ഫോമിലേക്ക് അതിനെ കൊണ്ടുവരണം. യു എന്ന് പറയുന്നത് ആരാണ്? ഹി ആസ്ക്ഡ് ദി മാൻ. അദ്ദേഹം മനുഷ്യനോട്, ആ ആളിനോട് ചോദിച്ചു. അപ്പൊ യു ആരാണ്? ഹി ആണ്. അപ്പം വാട്ട് ആർ യു? ഹി ആർ യു, അത് ഹി ആവുമ്പോൾ ഹി ഈസ് ആവും, ഈസ് എന്താവും? വാസ് ആവും. അപ്പം വാട്ട് ഹി was doing in America. അപ്പോൾ he asked the man what he was doing in America. ഇതാണ് ആൻസർ. ഒരിക്കലും പറയാം, he asked the man. അവിടെ റിപ്പോർട്ടഡ് വെർബിന് വ്യത്യാസം ഒന്നുമില്ല, കാരണം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആസ്ക്ഡ് എന്ന് ഉപയോഗിക്കാം. he asked the man. he asked the man. പിന്നെ അവിടെ ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ലിങ്കിങ് വേർഡ് ആയിട്ട് ഉപയോഗിക്കാം. വാട്ട് ഹി വാസ് ഡൂയിങ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ഹി ദി മാൻ ഹി ആണ്. ആർ യു എന്നുള്ളത് എന്തായി മാറുന്നു? യു ആർ ആവുന്നു. യു ആർ ഹീസ് ആവുന്നു. ഹീസ് ഹി വാസ് ആവുന്നു. വാട്ട് ഹി വാസ് ഡൂയിങ്. അപ്പോൾ ആർ യു ഡൂയിങ്? യു ആർ ഡൂയിങ്. യു ആർ ഡൂയിങ്. ഹി ഈസ് ഡൂയിങ്. ഹി ഈസ് ഡൂയിങ്. ഹി വാസ് ഡൂയിങ് ഇൻ അമേരിക്ക. ഇതാണ് അതിൻ്റെ ആൻസർ. Next one. Have you met your friends? He asked her. Have you met your friends? He asked her. അദ്ദേഹം അവളോട് ചോദിച്ചു. He asked her. അപ്പോൾ അതിന് വ്യത്യാസമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ എഴുതാം, he asked her. He asked her. ഇനി എന്താണ്? Have you met your friends എന്നാണ്. ഇതെങ്ങനെയുള്ള ഒരു ചോദ്യമാണ്, ഡബ്ല്യു എച്ച് അല്ല. പിന്നെ എന്താണ്? ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എന്ത് വേണം? ഒരു കണക്റ്റിംഗ് ലിങ്കിങ് വേർഡ് കയ്യിൽ നിന്ന് ഉപയോഗിക്കണം. ഇഫ് അല്ലെങ്കിൽ വെദർ. ഇവിടെ ഞാൻ ഈ സെൻസിൽ ഇഫ് ഉപയോഗിക്കുന്നു. ഇഫ് ഇത്രയും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടേക്ക് വരിക. ഇഫ് ഹി ആസ്ക്ഡ് ഹെർ. ഹെർ എന്നാണ്. ഹാവ് യു എന്ന് പറഞ്ഞാൽ ഷീ ആവും. ഹെർ ആയതുകൊണ്ട് ഷീ. ഷീ ഹാവ് അല്ല, ഷീ ഹാസ് ആണ്. അപ്പോൾ ഷീ ഹാസ് മെറ്റ്. അപ്പൊ എങ്ങനെ വരും? വെദർ ഓർ ഇഫ് ഓർ വെദർ. ഇഫ് ഉപയോഗിച്ചു. ഷീ ഹാസ് മെറ്റ് എന്നുള്ളത് ഹാഡ് മെറ്റ്. ഷീ ഹാഡ് മെറ്റ്. ഷീ ഹാഡ് മെറ്റ്. യുവർ ഫ്രണ്ട്സ് എന്നാണ്. ഷീ ആയതുകൊണ്ട് ഹെർ ഫ്രണ്ട്സ്. ഹെർ ഫ്രണ്ട്സ്. ഇതാണ് ആൻസർ. അപ്പൊ എങ്ങനെ വന്നു? ഹി ആസ്ക്ഡ് ഹെർ ഇഫ് ഷീ ഹാഡ് മെറ്റ് ഹെർ ഫ്രണ്ട്സ്. അതാണ് രണ്ടാമത്തേത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്യാൻ യു ഹെൽപ്പ് മീ? ഷീ ആസ്ക്ഡ് ദി ബോയ്. ക്യാൻ യു ഹെൽപ്പ് മീ? നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഷീ ആസ്ക്ഡ് ദി ബോയ്. അവൾ ആൺകുട്ടിയോട് ചോദിച്ചു. അപ്പോൾ അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഷീ ആസ്ക്ഡ് ദി ബോയ്. ഷീ ആസ്ക്ഡ് ദി ബോയ്. പഴയ കൊട്ടേഷൻ മാറി. പിന്നെന്താണ്? ക്യാൻ യു ഹെൽപ്പ് മീ. ക്യാൻ എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിലറി വെർബാണ്. ഇഫ് അല്ലെങ്കിൽ വെദർ അപ്ലൈ ചെയ്യണം. ഇഫ് യു ക്യാൻ എന്നുള്ളത് എന്തായി? ക്യാൻ യു എന്നുള്ളത് യു ക്യാൻ ആയി. ക്യാൻ കുഡ് ആയി. അപ്പോൾ എന്തായി? ആരാണ്? ബോയ്. അപ്പം ക്യാൻ യു ഹെൽപ്പ് മീ? ഷീ ആസ്ക്ഡ് ദി ബോയ് എന്നാണ്. ഷീ ആസ്ക്ഡ് ദി ബോയ്. ക്യാൻ യു, നിനക്ക്, നീ എന്ന് പറയുന്നത് ഇവിടെ ബോയോടാണ് ചോദിച്ചത് അല്ലേ? അപ്പൊ എന്തായി മാറി? യു ഹി ആയി. ഹി ക്യാൻ, ഹി കുഡ്. ഹെൽപ്പ് ആരോട്? ക്യാൻ യു ഹെൽപ്പ് മീ? എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് അവൾ ചോദിച്ചു. അപ്പോൾ ഹർ, അവളെ സഹായിക്കാൻ പറ്റുമോ എന്ന്. അപ്പൊ ആ ചേഞ്ചുകൾ നോക്കിയാൽ, ഷീ ആസ്ക്ഡ് ദി ബോയ് ഇഫ് ഹി കുഡ് ഹെൽപ്പ്
her. ഇതാണ് ആൻസർ. She asked the boy if he could help her. Okay. Next one. Watching him carefully, she said to her mother. She said to her mother, watch him carefully. ഇതൊരു ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് നമുക്ക് ടോൾഡ് ഉപയോഗിക്കാം. അപ്പം ഷീ സെഡ് ടു ഹെർ മദർ എന്നുള്ളതിന് പകരം ഷീ ടോൾഡ് ഹെർ മദർ. അപ്പം എങ്ങനെയാവുന്നു? ഷീ ടോൾഡ് ഹെർ മദർ. ടോൾഡ്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഇമ്പരറ്റീവ് ആയതുകൊണ്ട് ടു വാച്ച് ഹിം കെയർഫുള്ളി, ടു ചേർക്കുക. ടു വാച്ച് ഹിം കെയർഫുള്ളി. ഇതാണ് ആൻസർ. ഓക്കെ. ഷീ ടോൾഡ് ഹെർ മദർ ടു വാച്ച് ഹിം കെയർഫുള്ളി. ഓവർ. ദ നെക്സ്റ്റ് വൺ. വാച്ച് ഹിം കെയർഫുള്ളി. ഇനി വൈ ഡിഡ് യു കം ലേറ്റ്? ദി ടീച്ചർ ആസ്ക്ഡ്. ടീച്ചർ എന്താണ് ചോദിച്ചത്? വൈ ഡിഡ് യു കം ലേറ്റ്? നീ എന്തുകൊണ്ടാണ് താമസിച്ചത്? വൈ ഡിഡ് യു കം ലേറ്റ്. അപ്പോൾ അത് ചോദ്യമായതുകൊണ്ട് എങ്ങനെയുള്ള ചോദ്യമാണ്? WH ആണ്. ദി ടീച്ചർ ആസ്ക്ഡ്. തുടങ്ങുന്നത് അങ്ങനെ തന്നെ. ദി ടീച്ചർ ആസ്ക്ഡ്. പിന്നെ വൈ എവിടെ ഉണ്ട്? സെയിം ഇൻട്രോഗേറ്റീവ് വേർഡ് തന്നെ ഉപയോഗിക്കാം, ലിങ്കിങ് വേർഡ് ആയിട്ട്. വൈ ഡിഡ് യു കം? ഡിഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. പാസ്റ്റിൽ വന്നാൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പൊ എന്തായി മാറി? ഹാഡ് കം. അപ്പോൾ വൈ ആരാണ്? ഡിഡ് യു കം. ഡിഡ് യു കം. അത് ഹി ആവാം, ഷീ ആവാം. ഇവിടെ ഞാൻ ഹി എടുക്കുന്നു. വൈ ഹി ഹാഡ് കം. വൈ ഹി ഹാഡ് കം ലേറ്റ്. That's all. Okay. The teacher asked why he had come late. Please don't touch it, he said to her. അടുത്ത് നോക്കാം. അവിടെ പ്ലീസ് വന്നപ്പോൾ എന്താണ്? ഒരു ഇമ്പരറ്റീവ് സെന്റൻസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെടുക്കാം? പ്ലീസ് ഡോണ്ട് ടച്ച് ഇറ്റ്, ഹി സെഡ് ടു ഹെർ. ഹി റിക്വസ്റ്റഡ് ഹെർ. സെഡ് ടു ഹെർ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഹി റിക്വസ്റ്റഡ് ഹെർ. അപ്പോൾ എങ്ങനെ എഴുതാം? ഹി റിക്വസ്റ്റഡ് ഹെർ. He requested her. Don't touch it. Don't touch it എന്നുള്ളതിനെ he requested her not to touch. Not to touch. it എന്നുള്ളത് വേണമെങ്കിൽ that എഴുതാം, ഇറ്റും എഴുതാം. this that ആവുന്നത് പോലെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇറ്റ് ഇത് അത് രണ്ടും പറയാം. അപ്പോൾ he requested her not to touch that or touch it. അതാണ് അതിന്റെ ആൻസർ. ഓക്കെ. ഇനി അടുത്തത് വാട്ട് ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ സേ? ആസ്ക്ഡ് ദി പ്രിൻസിപ്പാൽ. വാട്ട് ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ സേ? നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ എന്തു പറഞ്ഞു? ആസ്ക്ഡ് ദി പ്രിൻസിപ്പൽ. അപ്പോൾ അവിടെ ദി പ്രിൻസിപ്പൽ ആസ്ക്ഡ്. ദി പ്രിൻസിപ്പൽ ആസ്ക്ഡ്. വാട്ട് ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ? ഒരു പെൺകുട്ടിയോടാണ് ചോദിച്ചെങ്കിൽ ഹർ ഗ്രാൻഡ് ഫാദർ, ആൺകുട്ടിയോടാണെങ്കിൽ ഹിസ് ഗ്രാൻഡ് ഫാദർ. വാട്ട് ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ സേ? അപ്പോൾ ഡിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സേ സെഡ് പാസ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് എങ്ങനെ മാറ്റാം? ദി പ്രിൻസിപ്പൽ ആസ്ക്ഡ് ഹർ ആസ്ക്ഡ് വാട്ട് ഇൻട്രോഗേറ്റീവ് വേർഡ് അവിടെ ഉപയോഗിക്കാം. വാട്ട്സ് ഹിസ് ഗ്രാൻഡ് ഫാദർ. ഒന്നുകിൽ ഹിസ് ഗ്രാൻഡ് ഫാദർ, അല്ലെങ്കിൽ ഹർ ഗ്രാൻഡ് ഫാദർ ഹാഡ് സെഡ്. ഡിഡ് സേ എന്ന് പറഞ്ഞാൽ സേ പ്ലസ് ഡിഡ് സെഡ് ആണ്. സെഡ് പാസ്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുമ്പോൾ ഹാഡ്. അപ്പോൾ എങ്ങനെ വരും? ദി പ്രിൻസിപ്പൽ ആസ്ക്ഡ് വാട്ട് ഹിസ് ഗ്രാൻഡ് ഫാദർ ഹാഡ് സെഡ്. ഇതാണ് ആൻസർ. ഓക്കെ. ദെൻ മുകളിലേക്ക് ഇടാൻ നോക്കി. അടുത്തത് ഐ ആം നോട്ട് ഗോയിങ് ടു സിറ്റ് ഹിയർ സെഡ് Aunt Jane. Aunt Jane said.
അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ ആം നോട്ട് ഗോയിങ് ടു സിറ്റ് ഹിയർ, ഞാൻ ഇവിടെ ഇരിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആൺ ജെയിൻ സെഡ് ദാറ്റ്, അവിടെ കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ഉപയോഗിച്ചു. സെഡ് ദാറ്റ്. ആൺ ജെയിൻ സെഡ് ദാറ്റ് എന്താണ് പറഞ്ഞത്? ഐ ആം നോട്ട് ഗോയിങ് ടു. ആൺ ജെയിൻ ആണ് പറഞ്ഞത്. അപ്പൊ ഷീ, ഐ എന്ന് പറഞ്ഞാൽ ഷീ. പിന്നെ ആമുണ്ട്, ഷീ വാസ് നോട്ട്, ഷീ വാസ് നോട്ട് ഗോയിങ് ടു, ഷീ വാസ് നോട്ട് ഗോയിങ് ടു, ഗോയിങ് ടു സിറ്റ് ഹിയർ എന്നുള്ളത് there ആക്കണം. സിറ്റ് there. ആൺ ജെയിൻ സെഡ് ദാറ്റ് ഷീ വാസ് നോട്ട് ഗോയിങ് ടു സിറ്റ് there. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. ലെറ്റ് us pay the hospital bill with this money, said Jill. ജിൽ പറഞ്ഞു, ലെറ്റ് us pay the hospital bill with this money. നമുക്കറിയാലോ ലെറ്റസ് ഷാലിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഷാൽ ലെറ്റസ് വന്നാൽ ഷാൽ ബി നമ്മൾ ടാഗിൽ പഠിച്ചു, അതുപോലെ ഷാൽ ഓർമ്മിക്കുക. ഇനി സെഡ് ജിൽ, ഇതെന്താണ്? ലെറ്റ് us pay the hospital bill with this money. ഈ പണം കൊണ്ട് ഹോസ്പിറ്റൽ ബില്ല് നമുക്ക് സെറ്റിൽ ചെയ്യാം. അപ്പോൾ അവിടെ ആര് പറഞ്ഞു? സെഡ് ജിൽ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ജിൽ സജസ്റ്റഡ് ദാറ്റ്, ജിൽ സജസ്റ്റഡ് ദാറ്റ്. എന്താ സജസ്റ്റ് ചെയ്തത്? ലെറ്റ് us pay the hospital bill with this money. അവിടെ ലെറ്റസ് എന്നുള്ളത് they shall, they should pay the hospital bill with this money എന്നുള്ള എന്തായി മാറും? that money. അപ്പോൾ they should pay the hospital bill with that money. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു 9 എക്സർസൈസ് തന്നിട്ടുള്ളത്, 10 നമ്പർ ഇട്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഒരു എക്സാമ്പിളൂടെ എഴുതി ചേർത്തു. ദി ടീച്ചർ ടോൾഡ് വേർ വേർ യു എസ്റ്റർഡേ, അല്ലെ ദി ടീച്ചർ ആസ്റ്റ്, ഒരു സെൻസ് ഞാൻ എഴുതി ചേർത്തതാ. ദി ടീച്ചർ ആസ്റ്റ് വേർ വേർ യു എസ്റ്റർഡേ, നീ എവിടെയായിരുന്നു ഇന്നലെ എന്ന് അധ്യാപകൻ ചോദിച്ചു. അതെങ്ങനെ നമുക്കൊന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാം, നോക്കാം. എന്താണ് ദി ടീച്ചർ ആസ്റ്റ് വേർ വേർ യു എസ്റ്റർഡേ? അപ്പോൾ ദി ടീച്ചർ ആസ്റ്റ്, അതുപോലെ തന്നെ വേർ യു എസ്റ്റർഡേ. ദി ടീച്ചർ ആസ്റ്റ് വേർ യു ആണ്, അപ്പൊ ഹി എന്നെടുക്കാം. ഹി അല്ലെങ്കിൽ എന്തെടുക്കാം? ഷീ. ഹി ഓർ ഷീ എടുക്കാം. വേർ എന്ന് വന്നാൽ ഹാഡ് ബീൻ അപ്ലൈ ചെയ്യുക, ഹാഡ് ബീൻ. അതൊരു എക്സെപ്ഷൻ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. കാരണം പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഇത് പാസ്റ്റ് സിമ്പിൾ ആണ്, അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുന്നു, അത്രയേ ഉള്ളൂ അടുത്ത വ്യത്യാസം. യെസ്റ്റർഡേ എന്നുള്ള എന്തായി മാറണം? ടുഡേ, ദാറ്റ് ഡേ, ടുമോറോ, ദി നെക്സ്റ്റ് ഡേ. യെസ്റ്റർഡേ ദി ഡേ ബിഫോർ ഓർ ദി പ്രീവിയസ് ഡേ എന്നാവും. യെസ്റ്റർഡേ ദി പ്രീവിയസ് ഡേ. അപ്പം പൊതുവിൽ ദി ടീച്ചർ ആസ്റ്റ് വേർ യു യെസ്റ്റർഡേ. ദി ടീച്ചർ ആസ്റ്റ് വേർ ഹി ഓർ ഷീ ഹാഡ് ബീൻ the previous day. That's all. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നിങ്ങളുടെ ടെസ്റ്റിൽ ഇത് തുടങ്ങുന്നതിന് മുമ്പ് 1-2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒന്ന് ആൻസർ പറഞ്ഞിട്ട്, വേർ ഈസ് ഗുപ്ത? ഐ ആസ്ക്ഡ് ഗുപ്ത. വേർ ഈസ് ഗുപ്ത? ഐ ആസ്ക്ഡ് ഗ്രാൻഡ്മ. ഗ്രാൻഡ്മ ചോദിച്ചു, എന്താ ഗുപ്ത എവിടെ? ഐ ആസ്ക്ഡ് ഗ്രാൻഡ്മ വേർ ഗുപ്ത വാസ്. അപ്പോൾ ഐ ആസ്ക്ഡ് ഗ്രാൻഡ്മ വേർ ഗുപ്ത വാസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വാട്ട് ടൈപ്പ് ഓഫ് എ സെന്റൻസ് ഈസ് റിപ്പോർട്ടഡ്? ഇവിടെ WH ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിച്ച് റിപ്പോർട്ടിംഗ് വേർഡ് ഈസ് യൂസ്ഡ്? ആസ്ക്ഡ് എന്ന് പറയുന്നത് ഉപയോഗിച്ചു. വിച്ച് വേർഡ് ഈസ് യൂസ്ഡ് ആസ് ലിങ്കർ? വേർ. വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ആർ മെയ്ഡ് ഇൻ ദി സെന്റൻസ് ഇൻ ഡയറക്റ്റ് സ്പീച്ച്? നമുക്കറിയാം ഡയറക്റ്റ് സ്പീച്ചിൽ എങ്ങനെയായിരിക്കും തന്നിരിക്കുന്നത്? 2 പാർട്ട് ഉണ്ടായിരിക്കും. ആദ്യത്തെ പാർട്ട് കോമ്പൗണ്ട് വേർതിരിച്ചിരിക്കും, രണ്ടാമത്തെ പാർട്ട് കൊട്ടേഷനുള്ളിലും തന്നിരിക്കും. അവസാനം ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. പഞ്ച്വേഷനിൽ വ്യത്യാസം വരും. എപ്പോഴും പഞ്ച്വേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് മുഴുവനും കോമയും മാറും, കൊട്ടേഷനും മാറും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി കഴിയുമ്പോൾ. അത് വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ആർ മെയ്ഡ് ദി സെന്റൻസ് ഇൻ ഡയറക്റ്റ് സ്പീച്ച്? ആർ ദെയർ ചേഞ്ചസ് ഇൻ പഞ്ച്വേഷൻ? യെസ്, ദെയർ ആർ മെനി ചേഞ്ചസ് ഇൻ പഞ്ച്വേഷൻ ആൻഡ് ആൾസോ ടെൻസസ്. ഓക്കെ, ടെൻസിലും അതുപോലെ തന്നെ പഞ്ച്വേഷനിലും ടൈമിംഗ് വേർഡ്സിലും ഒക്കെ ധാരാളം വ്യത്യാസങ്ങൾ ഉണ്ട്. വിൽ യു പേ $15 ഫോർ മീ? മാർത്ത ആസ്ക്ഡ് ഗ്രാൻഡ് ഫാദർ. ഇതെല്ലാം എൻ്റെ ആൻസർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ. പിന്നെ നിങ്ങളുടെ ടെസ്റ്റിൽ തെറ്റ് തിരുത്താൻ കൊടുത്തിട്ടുണ്ട്. അവിടെ വളരെ ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. നമുക്ക് തെറ്റില്ലെന്ന് തോന്നും, പക്ഷേ അവിടെയൊക്കെ തെറ്റുണ്ട്. ഒരു 3-4 ഉള്ളു. ഉദാഹരണത്തിന് സ്കോളർഷിപ്പ് ജാക്കറ്റ് വേറെ എന്നാണ് വന്നേക്കുന്നത്. സ്കോളർഷിപ്പ് ജാക്കറ്റ് സിംഗിൾ ആയതുകൊണ്ട് വേറെ എല്ലാം ഉപയോഗിക്കുന്നത്, അവിടെ വാസ് ഉപയോഗിക്കണം. അതാണ് ഒരു തെറ്റ്. രണ്ടാമത്തെ ബി പറഞ്ഞിരിക്കുന്നത് മാർത്താസ് മൈൻഡ്, അവിടെ മാർത്ത അപ്പോസ്ട്രോഫി ഇടണം. മാർത്താസ് മൈൻഡ്, അതേ ഉള്ളൂ. അടുത്തത് ഷീ വാസ് സ്കിന്നി ഗേൾ, വിച്ച് അല്ല, സ്കിന്നി ഗേളിന് പകരം ഉപയോഗിക്കേണ്ട പ്രോനൗൺ എന്ന് പറയുന്നത് ഹൂ ആണ്, ഹൂ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇനഫ് സ്മാർട്ട് എന്ന് പറയാറില്ല, സ്മാർട്ട് ഇനഫ് എന്നാണ് പറയാറുള്ളത്. കാരണം സ്മാർട്ട് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആയതുകൊണ്ട് അഡ്ജക്റ്റീവിന് ശേഷമേ ഉപയോഗിക്കാവൂ. നൗണിന് മുന്നിൽ ഇനഫ്, നൗണിന് ശേഷം അല്ല, അഡ്ജക്റ്റീവിന് ശേഷം ഇനഫ്. ഇതാണ് അതിൻ്റെ പ്രയോഗം. നെക്സ്റ്റ് ഗിവൺ എന്നേ ഉള്ളൂ. ഷുഡ് ബി ഗിവൺ, ഷുഡ് ബി കഴിഞ്ഞാൽ ഗിവൺ ആണ്. കാരണം ഷുഡ് ബി എന്ന് പറഞ്ഞാൽ PP ഫോമേ, മൂന്നാമത്തെ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമേ ഉപയോഗിക്കുമോ, അപ്പോൾ ഗിവൺ ആണ് അവിടെ. അതുപോലെ കുഡിൻഡ് എന്ന് തെറ്റാണ് തന്നിരിക്കുന്നത്. COULD N'(D) ആണ്, അല്ല N'(T) ആണ് അവിടെ വരേണ്ടത്. അടുത്ത തെറ്റ് അവിടെ G കാണിച്ചിരിക്കുന്നത് മാർത്ത ലെഫ്റ്റ് സ്കൂളല്ല ദി സ്കൂൾ. അവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ആണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലാതെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ AO ആണോ അല്ല. അതൊരു മിസ്റ്റേക്ക്. അടുത്തത് ആൻഡ് എക്സ്പ്ലെയിൻഡ് വാട്ട്സ് ആൻഡ് റീസൺ ആയതുകൊണ്ട് Y ആണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതാണ് മറ്റൊരു തെറ്റ്. മറ്റൊന്ന് ഐയിൽ വരുമ്പോൾ മാർത്ത Y അല്ല ദാറ്റ് ആണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഉള്ള തെറ്റെന്ന് പറഞ്ഞാൽ ഹാഡിൻ്റെ എന്നുള്ളതിന് ഹാഡ് ഇൻറ്റ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ അപ്പോസ്ട്രോഫി ഇല്ല, അതാണ് മറ്റൊരു തെറ്റ്. ഓക്കെ. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ്. Thus we have finished 2 important topics, question tag and report speech. So study well. I wish you all the best for your coming examination. വരുന്ന പരീക്ഷകളിൽ എല്ലാം നന്നായി നിങ്ങൾക്ക് എഴുതാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.